തിയേറ്ററുകളിൽ ഭ്രമയുഗം പ്രേക്ഷകരെ ഭ്രമിപ്പിക്കുമ്പോൾ മറ്റൊരു അവതാരമായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടി. ടെർബോ ജോസായാണ് മമ്മൂട്ടി ഇനി തിയേറ്ററുകളിൽ എത്തുന്നത്. ഹിറ്റ് മേക്കർ വൈശാഖിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന ടെർബോയുടെ ചിത്രീകരണം അവസാന ഘട്ടത്തിലാണ്. ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തു വന്നപ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. മിഥുൻ മാനുവൽ തോമസാണ് ടെർബോയുടെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ മമ്മൂട്ടിയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ കൈയടക്കിയിരിക്കുന്നത്. താരം ഭക്ഷണം വിളമ്പി കഴിക്കുന്ന ഒരു വീഡിയോയും ലൊക്കേഷനിൽ നിന്നുള്ള ഒരു സ്റ്റില്ലും പുറത്തു വന്നിട്ടുണ്ട്. ഫ്രൈഡേ മാറ്റിനി എന്ന ട്വിറ്റർ അക്കൗണ്ടിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. കൂളിംഗ് ഗ്ലാസ് ധരിച്ച് വളരെ സ്റ്റൈലിഷ് ലുക്കിലാണ് മമ്മൂട്ടി വീഡിയോയിലുള്ളത്. പോക്കിരി രാജ, മധുരരാജ എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം മമ്മൂട്ടിയും വൈശാഖും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ടെർബോ. സിനിമയുടെ ചിത്രീകരണം അവസാന ഘട്ടത്തിലാണെന്ന് സംവിധായകൻ വൈശാഖ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ചിത്രീകരണത്തിനിടെ മമ്മൂട്ടിയോടൊപ്പമുള്ള ഒരു ചിത്രവും വൈശാഖ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ്. അപ്പോൾ ഇനി കുറച്ചിടിയായാലോ എന്നാണ് ടെർബോയുടെ ക്യാപ്ഷൻ നൽകി നിരവധി പേർ ചിത്രത്തിനായി കാത്തിരിക്കുന്നത്. ഭ്രമയുഗത്തിലൂടെ മമ്മൂക്ക നമുക്ക് നല്ല ഒന്നാന്തരം ചിക്കൻ ബിരിയാണിയാണ് തന്നതെങ്കിൽ ടെർബോയിലൂടെ മമ്മൂക്ക നമുക്ക് തരാൻ പോകുന്നത് നല്ല ഒന്നാന്തരം മട്ടൻ ബിരിയാണി ആയിരിക്കുമെന്ന് ഷിഹാസ് CN ഫേസ്ബുക്കിൽ കുറിച്ചു. മോഹൻലാൽ സിനിമകൾക്ക് കിട്ടുന്ന ജനപിന്തുണയും എല്ലാം ഇനി അതേപടി മമ്മൂക്കയ്ക്കും കിട്ടും. കാരണം ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഇയാൾ ഞെട്ടിക്കുകയാണെന്ന് ടെർബോയിലെ മമ്മൂട്ടിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ജിതിൻ ഏജി കുറിക്കുന്നു. ടെർബോ ഹൈപ്പ് നിലനിർത്തുകയാണെങ്കിൽ ഗൾഫിലെ ബോക്സ് ഓഫീസിന് എന്ത് സംഭവിക്കുമെന്ന് പറയുകയാണ് നിക്സൺ ആലുവ. കോമഡി, മാസ്, ആക്ഷൻ ജേണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഇൻഡസ്ട്രികളിൽ നിന്ന് വൻ താരനിര തന്നെയാണ് ഇന്നിറക്കുന്നുണ്ട്. തമിഴിൽ നിന്ന് അർജുൻ ദാസ്, തെലുങ്കിൽ നിന്ന് സുനിൽ, ഹിന്ദിയിൽ നിന്ന് കാബിർ ദുഹാൻ സിംഗ്, കന്നഡയിൽ നിന്ന് രാജ്ബി ഷെട്ടി എന്നിവരാണ് മമ്മൂക്കയ്ക്കൊപ്പം സ്ക്രീനിലെത്തുന്നത്. കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസും ഓവർസീസ് പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ്. സംഘടനത്തിന് പ്രാധാന്യം നൽകുന്ന ചിത്രത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി നിർവഹിക്കുന്നത് ഫോണിക്സ് പ്രഭുവാണ്. അതേസമയം ഭ്രമയുഗമാണ് മമ്മൂട്ടിയുടേതായി നിലവിൽ തിയേറ്ററിൽ എത്തിയിരിക്കുന്ന ചിത്രം. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ആദ്യ ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം കളക്ഷനിൽ വൻ കുതിപ്പാണ് നടത്തുന്നത്. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ലോകമെമ്പാടുമുള്ള സിനിമാ ആസ്വാദകർ ഏറ്റെടുത്തു കഴിഞ്ഞു.